നമസ്കാരം. ഇന്ന് നമ്മൾ ഡെയിലി സ്റ്റാറ്റസ് റിപ്പോർട്ടിനെ കുറിച്ചാണ് വളരെ ചുരുക്കി തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു ബിസിനസ്സിന് ഇറങ്ങുന്ന സമയത്ത് 3 കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഇറങ്ങുക. ഒന്ന് സെയിൽസിന് നമ്മൾ ഇറങ്ങാം, ഒന്ന് പുതുതായിട്ട് ജോയിനിങ് റിക്രൂട്ട്മെൻറ്റിന് നമുക്ക് ഇറങ്ങാം, അതുപോലെ തന്നെ ആക്ടിവിറ്റികൾ നടത്താൻ വേണ്ടി ഇറങ്ങാം. ഇങ്ങനെ 3 കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു ദിവസം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അഡ്വൈസർമാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഘട്ടങ്ങളും കൂടി വന്നേക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തുമ്പം ആദ്യം നമ്മൾ ഏത് ഒരു ദിവസത്തെ ഒരു 10 പേർക്കാണ് 10 പേരുടെ ലിസ്റ്റ് ആദ്യം പ്രിപ്പയർ ചെയ്യുക. 10 കസ്റ്റമറുടെ അല്ലെ ഫസ്റ്റ് 10 FAയുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് സെയിൽസിലാണോ റിക്രൂട്ട്മെൻ്റ് ആണോ ആക്ടിവിറ്റി ആണോ എന്ന് കറക്റ്റ് ടിക്കിട്ട് പോകണം. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആരെയാണോ കാണാൻ പോകുന്നത് ആ കാണാൻ പോകുന്ന കസ്റ്റമറുടെ പേര് നോട്ട് ചെയ്ത് വെക്കണം. അതായത് ക്ലയൻറ്റിൻ്റെ നെയിം, സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ എഴുതി വെക്കണം. മൂന്നാമത്തത് സ്ഥലം എവിടെയാണ്, പേര്, കോണ്ടാക്റ്റ് നമ്പർ, സ്ഥലം. ഇത് 3 പെർഫെക്റ്റായിട്ട് എഴുതി വെക്കുക. ഒപ്പം നമ്മുടെ കൂട്ടത്തിൽ ആ ദിവസം ഈ ബിസിനസ്സിന് വേണ്ടി വന്നിരിക്കുന്ന SFA ആരാണ്, അതുപോലെ തന്നെ DM ആരാണ്, അല്ലെങ്കിൽ മേലോട്ട് ഹയർ കാറ്റഗറിയിലുള്ള ആരെങ്കിലും ഓഫീസേഴ്സാണ് നമ്മുടെ കൂടെ വരുന്നതെങ്കിൽ അവരുടെ കൂടെ പേര് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ദ കോൾ. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ബിസിനസ്സിന് ഇറങ്ങുന്ന സമയത്ത് കഴിയുന്നതും രാവിലെ വേണം നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം വൈകുന്നേരം കോൾ എടുക്കുന്നതുകൊണ്ട് തെറ്റുണ്ട് എന്നല്ല. കസ്റ്റമർ ഇപ്പോൾ വൈകുന്നേരമാണ് ടൈം തന്നെങ്കിൽ വൈകുന്നേരം പോകണം. കഴിയുന്നതും രാവിലെ തന്നെ അപ്പോയിൻമെൻറ്റ് ബാക്കി ഒരു എന്താ പറയുക ഫ്രീ മൈൻഡുള്ള സമയത്ത് വേണം നമ്മുടെ ബിസിനസ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആ സംസാരിക്കാൻ പോകുന്ന ആ ടൈമും കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളൊരു 10-15 മിനിറ്റ് ആയിരിക്കും ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചോ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോൾ അദ്ദേഹം സക്സസ്ഫുൾ ആണെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യുക, ഫെയിൽ ആണെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യണം, ഫോളോ അപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത് പോവുകയാണ്. 4 കാറ്റഗറിയിലേക്കാണ് സാധാരണ രീതിയിൽ വരിക. ഒന്നുകിൽ ആ ബിസിനസ് അപ്പം തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരടുത്ത ദിവസം നമുക്ക് തരും, അല്ലെങ്കിൽ അത് ഒരിക്കലും സാധ്യതയില്ലാത്തൊരു ബിസിനസ്സായി മാറുക, അല്ലെങ്കിൽ കുറച്ച് ടൈം അവർ ചോദിച്ചേക്കാം, പോസ്റ്റ്പോൺ ആയേക്കാം. ഈ 4 കാറ്റഗറിയിലാണ് വരിക. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇറങ്ങിപ്പോരല്ലേ ചെയ്യുന്നത്, ആ ഒരു കോളിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് വാല്യൂസ് ഉണ്ടാകും. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇറങ്ങി കസ്റ്റമറെ പൂർണ്ണമായിട്ടും നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ളതും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി ഇറങ്ങുന്ന സമയത്ത് ബിസിനസ് കിട്ടിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തോട് എന്ത് ചെയ്യണം, നമുക്കൊരു 2-3 റെഫറൻസ് നമ്പർ വാങ്ങാൻ പറ്റും. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ സാറിന് 2-3 പേരെ കോൺടാക്ട്സ് ഞങ്ങൾക്ക്